ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകണം എന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഡ്രൈവറെ വിട്ടു. AVM ഹോസ്പിറ്റൽ രാത്രി അത്യാസന്ന നിലയിലെ ജീവൻ പകുതി നഷ്ടപ്പെട്ട പോലെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ആ കൊണ്ടുപോകുമ്പോഴും ആ കയറ്റം കയറി സ്റ്റെപ്പുകൾ കയറി അപ്പോഴേക്കും ഒരാൾ മരിച്ചിരിക്കും. അത് വേറെ. ഈ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. രാത്രി 10-11 മണിക്ക് കൊണ്ടുപോയ രോഗിയെ 7 മണിയാകുമ്പോഴാണ് ഡോക്ടർ വന്നത്. ഇതാണോ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ ചെയ്യുന്നത്? ഡ്യൂട്ടി ഡോക്ടർ കൃഷ്ണവേണിയാണ്. നിലമ്പൂരിൽ എല്ലാവർക്കും അറിയാം ഇവരെ. ഞാനാണെങ്കിലും ശരി, ഏതൊരു കുടുംബത്തിന്റെ ഏതൊരു രോഗിയുടെ ബന്ധുക്കളായാലും ശരി, ചെയ്തു പോകും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. കരഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, ഡോക്ടറുടെ വരവില്ല. രാവിലെ നിന്ന് കുളിച്ച് കുറി തൊട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു രോഗിയെ പരിശോധിക്കാൻ ഈ ഡോക്ടർ വന്നാണ്. കുട്ടി മരണപ്പെട്ടു കേട്ടോ, കാര്യാക്കണ്ട, സാരല്ല കേട്ടോ, എന്താ ചെയ്യാലേ എന്നും പറഞ്ഞ് തൊട്ടടുത്തുള്ള ഡോക്ടർ ഒരു രോഗിയോട് പറയാ, നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂരിൽ നിന്ന്. ഈ വീഡിയോ ഒരു ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ സംവിധാനത്തെയോ അല്ലെങ്കിൽ മോശമാക്കാൻ വേണ്ടിയാണെന്ന് ആരും ധരിക്കരുത്. കാരണം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്, മറ്റുള്ളവരുടെ അനുഭവം അല്ല പറയുന്നത്. വീഡിയോ ചെയ്ത് മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനും ഒരാളെ മോശമായി കാണിക്കാനും ഒരു ഹോസ്പിറ്റലിനെ വേണ്ടാത്ത രീതിയിൽ ചിത്രീകരിച്ച് അതിൽ നിന്ന് പേരെടുത്ത് പണം ഉണ്ടാക്കാനാ ഉള്ള ഒരു ആളല്ല, അല്ലെങ്കിൽ ഒരു ചാനലല്ല നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം സൊസൈറ്റിയുടെ ചാനൽ. എന്റെ ഭാര്യ പ്രഗ്നൻസി ടൈമിൽ അനുഭവിച്ച ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഓടി നടന്ന ഒരു ചെറിയൊരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് ട്രസ്റ്റിന്റെ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഒരു ഫയല് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് ഒരിക്കൽ എനിക്ക് രാത്രി കോൾ വന്നത്. ഭാര്യയ്ക്ക് പെയിൻ കൂടുതലാണ്, തീരെ വയ്യ, അപ്പോൾ എന്തോ വല്ലാത്തൊരു അസുഖം, വയ്യാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകണം എന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഡ്രൈവറെ വിട്ടു. അങ്ങനെ എൻ്റെ ഭാര്യ നേരെ ചന്തക്കുന്നുള്ള ഒരു ഹോസ്പിറ്റലിൽ, AVM ഹോസ്പിറ്റൽ, ഭാര്യയെ രാത്രി അത്യാസന്ന നിലയിലെ ജീവൻ പകുതി നഷ്ടപ്പെട്ട പോലെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ആ കൊണ്ടുപോകുമ്പോഴും ആ കയറ്റം കയറി സ്റ്റെപ്പുകൾ കയറി അപ്പോഴേക്കും ഒരാൾ മരിച്ചിരിക്കും. അത് വേറെ സത്യം. അപ്പോ ഈ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ രാത്രി 10-11 മണിക്ക് കൊണ്ടുപോയ രോഗിയെ രാവിലെ 7 മണിയാകുമ്പോഴാണ് ഡോക്ടർ വന്നത്. ഇതാണോ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ ചെയ്യുന്നത്? ആശുപത്രിയിലെ മാനേജ്മെന്റും അവിടുത്തെ സ്റ്റാഫിന്റെയും നന്മ ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭാര്യയുടെ ജീവൻ നിലനിർത്തിയത്. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ കൃഷ്ണവേണിയാണ്. നിലമ്പൂരിൽ എല്ലാവർക്കും അറിയാം ഇവരെ. അവരൊരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് പേർക്ക് ഗുണമുള്ളതായിരിക്കാം. പക്ഷേ അന്ന് അവർ ചെയ്ത ആ ഒരു അനുഭവം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം രാവിലെ 7-8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അതിവേഗത്തിൽ പല വാഹനങ്ങൾ മാറി കയറി എങ്ങനെയൊക്കെയോ നിലമ്പൂർ എത്തിച്ചേർന്നു. നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട കാഴ്ച, രാവിലെ വന്ന് ഡോക്ടറുണ്ട് 7-8 മണിയാകുമ്പോൾ. രാത്രി ഒരു രോഗിയെ കൊണ്ടു ഒരേ ഒരു നഴ്സിന്റെ പരിചരണം കൊണ്ടാണ് അത്യാസന്ന നിലയിലുള്ള എൻ്റെ ഭാര്യയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ നിന്നത്. എത്ര ഗൈനക് ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ, നമ്മുടെ നിലമ്പൂരിൽ. ഒരാളുടെ സേവനം പോലും അന്ന് അവിടെ ഉണ്ടായില്ല. അന്ന് കൃഷ്ണവേണി ചെയ്ത ആ പ്രവർത്തനം സത്യത്തിൽ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ ശരി, ഏതൊരു ബന്ധുവിന്റെ
ഏതൊരു രോഗിയുടെ ബന്ധുക്കളായാലും ശരി ചെയ്തു പോകും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. പക്ഷെ നമ്മുടെ മര്യാദയും മാന്യതയും ഓർത്ത് നമ്മൾ ക്ഷമയോടെ കരഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. 5 മാസം പ്രായമുള്ള കുട്ടിയെ അവിടെ നിന്ന് മരണപ്പെട്ടു. ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, ഡോക്ടറുടെ വരവില്ല. രാവിലെ നിന്ന് കുളിച്ച് കുറി തൊട്ടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരിക, ഒരു സീരിയസ് ആയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു രോഗിയെ പരിശോധിക്കാൻ ഈ ഡോക്ടർ വന്ന വരവാണ്. എന്നെ കണ്ടു, ശ്യാംസുന്ദരെ ചിരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, അല്ലെങ്കിൽ കുട്ടി 5 മാസം പ്രായമുള്ള കുട്ടി മരണപ്പെട്ടു കേട്ടോ, കാര്യാക്കണ്ട, സാരല്ല കേട്ടോ, എന്താ ചെയ്യാലേ എന്നും പറഞ്ഞ് തൊട്ടടുത്തുള്ള ഡോക്ടർ ഒരു രോഗിയോട് പറയാ, ഖദീജ നിങ്ങളുടെ മകൾ പ്രസവിച്ചു, ആൺകുട്ടിയാണ് കേട്ടോ എന്ന്. ഇതേ നാണയത്തിൽ ഖദീജയുടെ മകൾ പ്രസവിച്ചോ ആൺകുട്ടിയാണോ പെൺകുട്ടിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അപ്പോ ഒരു രോഗിയുടെ ഇവിടെ എങ്ങനെ പെരുമാറാൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടത് പോലും അറിയാതെ എവിടുന്നാണ് ഇവർക്കൊക്കെ ഡോക്ടറായത്? ഇവരെവിടുന്നാണ്? ആരാണ് ഇവരെ ഡോക്ടറാക്കിയത്? ഒരു ഡോക്ടറുടെ അന്തസ് എന്താണ്? അവരുടെ ധർമ്മം എന്താണ്? കടമ എന്താണ്? നമ്മളൊക്കെ ദൈവത്തിനെ പോലെ ഈശ്വര തുല്യമായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്. ഞാനും നിലമ്പൂരിൽ പല ഡോക്ടർമാരുടെ കൂടെ ജോലി ചെയ്ത ഒരാളാണ്. ഡോക്ടർ രാജേന്ദ്രൻ ഡോക്ടർ അവിടെ പേരെഴുതുന്ന ഒരാളായിരുന്നു. ഡോക്ടർ ജോസിന്റെ അടുത്ത്, ഡോക്ടർ രാജൻ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് രാജൻ ഡോക്ടർ അടുത്ത്, BM ഹോസ്പിറ്റലിലെ വേണുഗോപാൽ ഡോക്ടർ, ഇങ്ങനെ പലരുടെയും കൂടെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ. അവിടുന്ന് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പോന്നു. നേരെ കോലത്തുമുടി കൊട്ടാരം വളപ്പിൽ അദ്ദേഹം മറവ് ചെയ്തു. ആ ഡോക്ടർ ചെയ്ത അന്നത്തെ ആ ഒരു ചെറ്റത്തരം പറയാതിരിക്കാൻ വയ്യ. അനുഭവസ്ഥനായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനൊരു ദുരവസ്ഥ, ദുർവിധി കേരളത്തിലെ ഒരു ഡോക്ടർമാർക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരും ഇങ്ങനെ ഉണ്ടാവരുത്. ഒരു രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ ഇവർ ഈ പണിക്ക് നിൽക്കരുത്. ഈ ഒരു ജോലി അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവർക്ക് പറഞ്ഞ പണി വേറെ എന്തെങ്കിലും ആയിരിക്കും. ആ പണി ചെയ്യുക. ഒരു ഡോക്ടർ അവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചു വേണം രോഗിയോട് ഇടപെടാൻ. അതിനാണ് പഠിച്ച് ഡോക്ടറാവുന്നത്. അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാവരുത്. ഈ ഹോസ്പിറ്റലുമായി അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രസവത്തിന്റെ ബന്ധവുമായി വീണ്ടും ഒരു അനുഭവം കൂടി ഉണ്ടായി. സാധാരണ എടക്കര പ്രശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉഷ PT ആണ്. അവിടെയായിരുന്നു ഞങ്ങൾ എൻ്റെ കുട്ടിയുടെ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവിടെ ചെന്നപ്പോ ഡോക്ടർ അവധിയാണ്. ഈ രണ്ടാമത്തെ പ്രസവത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇതുപോലൊരു അവസ്ഥ, വിഷമം വീണ്ടും സംഭവിച്ചു. നിലമ്പൂരിൽ നിന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ അവധിയാണ്. കൃഷ്ണവേണിയാണ് അവിടെ വീണ്ടും അവിടെ ഡ്യൂട്ടി ഡോക്ടർ. എങ്ങനെയാണ് ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോവുക? മുൻ അനുഭവം അങ്ങനെയല്ലേ? അവിടെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നേരെ ദേവി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ അത് ജയ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ആ ഡോക്ടർ നല്ലൊരു സ്നേഹനിധിയായ ഡോക്ടറാണ്, പറയാതിരിക്കാൻ വയ്യ. മുൻകാല ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അവിടുത്തെ ഒരു നഴ്സ് സീരിയസ് ആയിട്ട് ഞാൻ ഭാര്യയെ കൊണ്ട് പോവുക. ഗേറ്റ് അങ്ങോട്ട് അമർത്തിയടച്ചു. വാതിൽ തുറന്നില്ല. അവര് ഈ ഉറക്കത്തിൽ നിന്ന് വന്നതാ. ഇങ്ങനൊരു അവിടുന്ന് വീണ്ടും കാറ് തിരിച്ചു നേരെ ചാലിയാർ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ലേഡി ഡോക്ടർ ഇല്ല. അപ്പോൾ വീണ്ടും നിവൃത്തിയില്ല, ഗതികേട് കൊണ്ട് നേരെ പോയി പ്രശാന്തി ഹോസ്പിറ്റലിൽ ഈ സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ. അപ്പോൾ അവർക്കൊരു ഉള്ളിലൊരു പുച്ഛം, മുമ്പത്തെ അനുഭവം. അവിടുന്ന് എവിടെ നോക്കാൻ പറ്റില്ല, അത് വളരെ സീരിയസ് ആണ്, ശ്യാംസുന്ദരെ വേറെ കൊണ്ടുപോയിക്കോളോ, എങ്ങോട്ടാ കൊണ്ടുപോയിക്കോ എന്ന്. അപ്പൊ അങ്ങനെ നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ നിംസിലാണ്. അവിടെ ആംബുലൻസ് വിളിച്ചു, നേരെ നിംസിൽ കൊണ്ടുപോയി. അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു അന്ന്.
8ാം മാസത്തില്. ഡോക്ടർ ഭാഗ്യ ബാബു എന്ന ഒരു ഡോക്ടർ ഉണ്ട് അവിടെ, വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ. അവിടെ ഒരു ഭാഗ്യ ബാബു, അത് ഭാഗ്യല്ല, ദേവതയാണ്, ദേവലോകത്തിലെ ദേവത. ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ടും അവർ അൽഷിഫയിലോ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് വെച്ചു. വേണ്ട ഡോക്ടർ, ഇവിടെ തന്നെ മതി, ഇവിടെ സൗകര്യങ്ങൾ പരിമിതമാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എല്ലാം ഭഗവാൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അവർ കിണഞ്ഞു പരിശ്രമിച്ചു. കുട്ടിയെയും അമ്മയെയും അവരുടെ ജീവനത്തോടെ എനിക്ക് തിരിച്ചു തന്നു. അതാണ് നിംസ് ഹോസ്പിറ്റൽ. അവിടുത്തെ രോഗികളോടുള്ള പെരുമാറ്റം, അവിടുത്തെ ഡോക്ടേഴ്സ് ആവട്ടെ, അവിടുത്തെ സ്റ്റാഫുകളാവട്ടെ, എല്ലാം എത്ര മര്യാദയും മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അനുഭവം കൊണ്ടാണല്ലോ, അനുഭവമാണ് നമ്മുടെ ഗുരു. ഇതാണ് നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതുപോലെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. ഇതുപോലുള്ള അത് ചോദിക്കാൻ പോയാൽ കേസ് പറയാൻ പാടില്ല, തെറ്റാണ്. നല്ല ഡോക്ടർമാരെ പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇതുപോലുള്ള അവതാരങ്ങൾ. ഇവരെയൊക്കെ എവിടുന്ന് വന്നുവോ അവിടേക്ക് തന്നെ കെട്ടുകെട്ടിക്കണം. ഇത്തരം ഡോക്ടേഴ്സ് രോഗികളോട് മാന്യമായിട്ടും സ്നേഹത്തോടെ മര്യാദയോടെ സംസാരിക്കാൻ പഠിക്കണം ആദ്യം. കാരണം എൻ്റെ കുടുംബത്തിലുമുണ്ട് ഒരു ഡോക്ടർ, എൻ്റെ ഭാര്യയും ഒരു ഡോക്ടറായിരുന്നു. സ്നേഹം വേണം. വരുന്ന രോഗികളോട് എങ്ങനെ പെരുമാറാൻ പഠിക്കണം. പണം പണം പണം, എല്ലാവർക്കും പണമാണ്, കമ്മീഷനാണ്. നല്ല രീതിയിൽ പ്രസവിക്കാൻ പോകുന്ന ആളുകളെയൊക്കെ വളരെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് പല പല ടെസ്റ്റുകൾ എടുത്ത് പല ഹോസ്പിറ്റലുണ്ട്. ഈ നാടകം കേരളത്തിൽ പല ഹോസ്പിറ്റലുണ്ട്, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല. എക്സ്റേ വേണം, ടെസ്റ്റുകൾ വേണം, ഇങ്ങനെ പല പല നാടകം പറഞ്ഞ് പണം ഊറ്റിയെടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സും ആശുപത്രികളും ഉണ്ട് ഈ നാട്ടിൽ. ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവരെ നിലയ്ക്ക് നിർത്തണം. ഇല്ലെങ്കിൽ ആ പണി ചെയ്യരുത്. രോഗികളുടെ ജീവൻ വെച്ചിട്ടല്ല നാടകം കളിക്കേണ്ടത്. രാജഭരണമായിരുന്നെങ്കിൽ പുതുവാദ്യാർ പടം കൊട്ടാരം രാജകൽപ്പന പുറപ്പെടുവിച്ചേനെ. ആൾബലവും സംഘടനാ ബലം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ആവാം നമ്മുടെ നാട്ടിൽ. ചോദിക്കാനും പറയാനും ഒരുത്തനും വരില്ല. കാരണം എന്താ? ചോദിക്കേണ്ടവരൊക്കെ അവരുടെ ആളുകളാണ്, മറുപടി പറയുന്നതും അവരുടെ ആളുകളാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ. മെഡിക്കൽ എത്തിക്സ് എന്താണെന്ന് ആദ്യം പഠിച്ചിട്ട് വേണം രോഗികളെ തൊടാൻ. അവരെ പരീക്ഷണ വസ്തുവായിട്ട് കാണുന്ന ഒരു ഡോക്ടർമാരെയും ഒരു ഹോസ്പിറ്റലെയും ഇവിടെ വെച്ചു പൊറപ്പിക്കരുത്. ഇതേ അനുഭവം ഇതേ സ്ത്രീയിൽ നിന്നും ചന്തക്കുന്ന് മയ്യന്താണിയുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് അവനും ഉണ്ടായി. ഇതുപോലെ എത്ര ആളുകൾക്ക് ഉണ്ടായിരിക്കാം. തെറ്റ് തിരുത്തി നല്ല രീതിയിൽ ഇനിയെങ്കിലും രോഗികളെ കാണാൻ പഠിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. കേരളത്തിലെ മലപ്പുറം ജില്ലയിലാവട്ടെ, നിലമ്പൂരാവട്ടെ, ഏത് ഡോക്ടർമാരായിക്കോട്ടെ, ഏത് ഹോസ്പിറ്റലാവട്ടെ, ജനങ്ങളെ നന്നാക്കാനല്ലല്ലോ ഇരിക്കണാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ജനങ്ങളെ നന്നാക്കാനാണോ? പണം ഉണ്ടാക്കാനാണ്. രോഗികളെ രക്ഷപ്പെടുത്താനല്ല, രോഗികളെ ഊറ്റിയെടുക്കാൻ, രക്തം ഊറ്റിയെടുക്കാനാണ്, കാശുണ്ടാക്കാനാണ്. എല്ലാ ആശുപത്രിയും പറയുന്നില്ല, ചില ഹോസ്പിറ്റലുകൾ അതാരാണെന്ന് അവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഈ അബദ്ധം ഉണ്ടാവരുത്. നിലമ്പൂരിൽ ഇതേപോലൊരു ഹോസ്പിറ്റലിൽ ഒരു കഥ ഉണ്ടായി. നിലമ്പൂർ സ്നേഹാലയത്തിലെ ഒരു പാവപ്പെട്ട അമ്മ മരണപ്പെട്ടു. മരിച്ചു. കൊണ്ടുപോകാൻ കാശില്ല, ആംബുലൻസ് വിളിക്കാൻ കാശില്ല, വയസ്സായ അമ്മയാ. എന്നാലും ശരി, നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പ്രൈവറ്റ് കൊണ്ടുപോയപ്പോ അവര് ചെയ്തത് എന്താണെന്നറിയോ? വേഗം അവര് ധൃതി പിടിക്കുന്നു, വേഗം അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് എക്സ്റേ എടുക്കണം, അതുപോലെ പല ടെസ്റ്റുകൾ വേണം. എവിടെ? മരിച്ചിട്ട് 3/4 മണിക്കൂറായ ഒരു ബോഡിയോടാണ് ഇവർ ഈ കളിച്ച കളി. ഇതൊക്കെ തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചിന്തിക്കൂ?
എന്നിട്ടോ ബോഡി വിട്ടുകിട്ടാൻ ഒരുപാട് പരിശ്രമിച്ചു, കിണഞ്ഞു, ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല സർ എന്ന് പറഞ്ഞൊരു നാടകം കൂടിയുണ്ട്. ഇതൊക്കെ എല്ലാം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാം, അപ്രീകരമായ സത്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലതൊക്കെ മൂടി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ എന്ത് നന്മ ചെയ്താലും അതിനെ വികലമായി ചിത്രീകരിക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ആൾബലത്തിന്റെയും പണത്തിന്റെയും കയ്യൂക്കുകൊണ്ട് നേരിടുന്ന ഒരു പറ്റം ജനതയുണ്ട്. എപ്പോഴും എല്ലാവർക്കും ചുറ്റിലും നാവടപ്പിക്കും, ഇല്ലെങ്കിൽ എന്നേക്കുമായി കണ്ണടപ്പിക്കും. ഇതാണ് ജനാധിപത്യം. അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ശ്രദ്ധിക്കൂ, എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഇതുപോലുള്ള തെമ്മാടികൾക്കുള്ളൊരു താക്കീതുമാണ്. നന്മ ചെയ്താൽ നമ്മുടെ തലമുറയ്ക്ക് നന്മ കിട്ടും. ആരായാലും അതൊരു കൃഷ്ണവേണി എന്നല്ല, ഇതുപോലുള്ള പല പല കൃഷ്ണവേണിമാരുണ്ട് ഈ നാട്ടില്. പല പല ക്രൂരന്മാരായ ഡോക്ടർമാരുണ്ട്, അവയവങ്ങൾ എടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. എന്നാൽ ഇതുപോലെ എത്രയോ പാവപ്പെട്ട രോഗികളെ സ്നേഹപരിചരണം നൽകിക്കൊണ്ട് കൂട്ടിപ്പിടിക്കുന്ന ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലും ഉണ്ട്. അവരെ പറയിപ്പിക്കരുത് ഒരുത്തനും. അവരൊക്കെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നെട്ടോട്ടോടുന്ന നല്ല ഡോക്ടർമാരും നല്ല ആതുരാലയങ്ങളുമാണ്. അവരെ ഇതുപോലെ പറയിപ്പിക്കരുത് ആരും. ഇത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, അനുഭവത്തിന്റെ ഓരോരോ വേദനകൾ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അനുഭവം എന്താണെന്ന്. അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടും. അസ്പഷ്ടമാണെങ്കിലും പിച്ചുമ്പേയാണെങ്കിലും പറയാനുള്ളത് പറയണം, പറഞ്ഞിരിക്കും. കൊടുക്കാനുള്ളത് കൊടുക്കണം, കൊടുത്തിരിക്കണം. ഏവനായാലും സ്ഥാനമാനങ്ങൾ ഒന്നും ബാധകമല്ല. ഈ ഭൂമിയിൽ ആരും വലിയവരുമില്ല, ആരും ചെറിയവരുമില്ല. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും സമന്മാർ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.